ഇതൊരു എക്സൈസ് ഓഫീസർ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സർക്കാർ തീരുമാനമെടുക്കുന്നത് പോലും സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് നോക്കിയിട്ടാണ്. അതായത് 200 300 എന്ന് വെച്ചാൽ ഇതാണ് ഒരു പൊതുജന അഭിപ്രായം എന്നുള്ള ഒരു ധാരണയെ വെച്ചിട്ടാണ് ഈ പലപ്പോഴും പലരും ഒരു റീഡിങ് ചെയ്യുന്നത്. ഒരു സിനിമയെ കുറിച്ച് ഒരു 100 പേര് മോശം പറഞ്ഞാൽ ഇതാണോ ഈ സിനിമയുടെ അഭിപ്രായം? ചേച്ചി ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതും കറക്റ്റ് ആണ്. ഒരു 10 പേരൊരു സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഒരു സിനിമയെ കുറിച്ച് അതെല്ലാ ആർട്ടിസ്റ്റും പറയുന്നുണ്ട്. അങ്ങനെ ദൈവത്തോർത്ത് പറയുന്നത് ഒരു 30,000 രൂപ മുതൽ 50,000 രൂപ വരെ കൊടുത്താൽ 500 കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള PR ഏജൻസികളുണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ യൂട്യൂബിൽ ഇപ്പൊ ചേച്ചി ഒരു മെയിൽ ID ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് 10 ഫേക്ക് അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഒരാൾക്ക് വേണമെങ്കിൽ 10 8 ഉണ്ടാക്കി വെക്കാം. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇത് മാറി മാറി നമ്മളിലേക്ക് നമ്മൾ വന്നിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ്. ഒരു 25 പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ആ 25 × 8 200 ഫേക്ക് അക്കൗണ്ടുകളായി കഴിഞ്ഞു. ഒരാൾ 8 വീതം ഉണ്ടാക്കിയാൽ വെറും 25 പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു പർട്ടിക്കുലർ ലിങ്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് ഇവർ. പോയി കമന്റ് ഇടൂ. അതായത് എന്താണ് ആ പറഞ്ഞേക്കുന്നതെന്നോ ശരിയോ തെറ്റോ ഒന്നുമല്ല, നീ അവിടെ പോയി തെറി വിളിച്ചോളൂ, ഇതാണ് നിർദ്ദേശം. അതാണ് നിർദ്ദേശം. അത് സിനിമയ്ക്കെതിരെയാകാം, വ്യക്തിക്കെതിരെയാകാം, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാകാം, കമ്പനികൾക്കെതിരെയാകാം, ചാനലുകൾക്കെതിരെ, ഇതെല്ലാം ആകാം. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അപ്പം അതല്ലാതെ നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ ഇന്നത്തെ കാലത്ത് നിഷ്പക്ഷരാരാണ്, സത്യം ആരാ പറയുന്നതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. ആകെ നമുക്ക് നോക്കാൻ പറ്റുന്ന നമ്മുടെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേജിൽ വരുന്ന ആൾക്കാർ നമുക്കറിയാവുന്നവർ നമ്മളെപ്പറ്റി മോശം പറയുന്നുണ്ടോ? പലതും ഫേക്ക് അക്കൗണ്ടുകളായിരിക്കും. പിന്നെ ലാലേട്ടൻ പറഞ്ഞാണെങ്കിൽ മുഖമില്ലാത്ത ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നോക്കി നമ്മൾ ജീവിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ അവിടെയും ചിലർ